നിൽക്കുന്നത്. ഇന്ന് നമ്മൾ കൊച്ചിയിൽ വൈകുന്നേരം വന്ന് ചുമ്മാ ഇറങ്ങിയതാണ്. പറ്റുകയാണെങ്കിൽ വാട്ടർ മെട്രോയിൽ കയറണം, ഇവിടെ നിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ചതാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെ നടക്കും നമുക്ക് പോണ വഴി കാണാം. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നാട്ടിലെ വെക്കേഷന് വരുന്ന സമയത്ത് ഫോർട്ട് കൊച്ചി വരെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫോർട്ട് കൊച്ചി പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വാട്ടർ മെട്രോയിൽ ഒന്ന് കയറണം. വാട്ടർ മെട്രോയിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വാട്ടർ മെട്രോയിൽ കയറാനായിട്ടുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഇന്ന് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വാട്ടർ മെട്രോയിൽ കയറി ഹൈക്കോർട്ടിലുള്ള വാട്ടർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങും. പിന്നെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് തിരിച്ച് നമ്മൾ ഫോർട്ട് കൊച്ചിയിലുള്ള വാട്ടർ മെട്രോയിലേക്ക് വരും. അങ്ങനെയാണ് കേട്ടോ പ്ലാൻ. നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തിയപ്പോൾ ഏകദേശം വൈകുന്നേരം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കുടിക്കാനൊന്നും ടൈമില്ല. അപ്പോൾ നേരെ നമുക്ക് മെട്രോയിൽ കയറി പോകാം. രാത്രി പക്ഷെ അപ്പോൾ ഇത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. 1984 കൊച്ചിൻ കാർണിവലിൻ്റെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കുടയൊക്കെ എടുത്ത് കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നാലും ആവശ്യം വന്നില്ല. ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ വാങ്ങാൻ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചില്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് എളുപ്പം കിട്ടാറുണ്ട്. നമ്മൾ നടക്കുന്ന 2 സൈഡിലും ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചായ കുടിക്കാനും ചെറിയ കടിയൊക്കെ കിട്ടുന്ന, അതുപോലെ തന്നെ കടി എന്ന് പറയുന്നത് സ്നാക്സാണ് കേട്ടോ, അതൊക്കെ കിട്ടുന്ന, അതുപോലെ തന്നെ ചെറിയ ബാഗ്സ്, കുട്ടികൾക്കായിട്ടുള്ള ടോയ്സൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഉണ്ട്. ഞാനൊരു കൊച്ചിക്കാരിയാണ്, അതുകൊണ്ട് തന്നെ ഈ ഫോർട്ട് കൊച്ചി എന്നുള്ള ആ ഒരു വികാരം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിവിടെ വരാനായിട്ട്. നമ്മൾ ഇതിലൂടെ നടക്കുമ്പോൾ, അതായത് ഇവിടുത്തെ റോഡ്സിലൂടെ നടക്കുമ്പോൾ ഒരു ഗോവയിലൊക്കെ പോയിട്ടുള്ള ആ ഒരു ഫീലിംഗ് അല്ലേ നമുക്ക് തോന്നുന്നത്. അങ്ങനെ കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്ന് വാട്ടർ മെട്രോയിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ടിക്കറ്റ്സ് എടുക്കണം, അതിന് ശേഷം നമുക്ക് യാത്ര ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. ഇത്രയും തിരക്കുണ്ടാകുന്ന പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പം നിങ്ങൾ വരുമ്പോൾ ഒരു വീക്ക് ഡേ വന്നാൽ ചിലപ്പോൾ ഇത്രയും തിരക്ക് ഉണ്ടാകില്ലായിരിക്കും. ഇന്നൊരു വീക്കെൻഡാണ്, അതുകൊണ്ടായിരിക്കും കേട്ടോ കുറച്ച് കൂടുതൽ തിരക്ക് തോന്നുന്നത്. ടിക്കറ്റ് ഒരാൾക്ക് 40 രൂപ. ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഹൈക്കോർട്ടിലേക്ക് 2.5 വയസ്സുള്ള കൊച്ചുങ്ങൾക്കൊക്കെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് വെയിറ്റിങ്ങിനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്, നമുക്ക് അവിടെ ഇരിക്കാം. ഒരു ബോട്ടിൽ ഏകദേശം ഒരു 100 ആൾക്കാർ വരെ കയറും. അപ്പോൾ നമുക്ക് ക്യൂ മുൻപോട്ട് പോകുമ്പോൾ അങ്ങനെ നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി ബോട്ടിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് സാധിക്കും. ഇവിടെ ടോയ്ലറ്റിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും കുറച്ചും കൂടി നീറ്റാകാം ടോയ്ലറ്റ്സ് എന്ന് എനിക്ക് തോന്നി. സപ്പോസ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വാട്ടർ മെട്രോയിൽ കയറണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കയറാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. കാരണം ആദ്യം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് 5 കയറാനായിട്ട് നോക്കൂട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടും, സൈഡ് സീറ്റ് കിട്ടും. ഞങ്ങൾക്ക് ആ ഒരു അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല, അവസാനം നിൽക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇതൊരു വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും കേട്ടോ ഇത്രയും തിരക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ നോർമൽ വർക്കിംഗ് ഡേയ്സിൽ ഇത്രയും തിരക്ക് ഉണ്ടാകില്ലായിരിക്കും. എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ ഒരു കാര്യം. എങ്ങനെയാണെന്നുള്ളത് താഴെ കമൻസിൽ ഒന്ന് മെൻഷൻ ചെയ്യും കേട്ടോ പോയിട്ടുള്ളവർ. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കൊക്കെ സീറ്റ് കിട്ടി. ഫൈനലി കുറച്ചും കൂടെ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനും കൂടെ കിട്ടിയിട്ടോ സീറ്റ്. കൊച്ചി വാട്ടർ മെട്രോയിലാണ്. ഇതിൽ 95 പേരെയാണ് കയറ്റുക, 15 പേരില്ലാന്ന് തോന്നുന്നു. ഇരിക്കുന്നത് 50 പേരും, ബാക്കിയുള്ളവർക്ക് നിൽക്കാനും 45 പേർക്ക് നിൽക്കാനും, അങ്ങനെ 95 പേർക്കാണ് കയറാൻ പറ്റുന്നത്. ഇപ്പോൾ തിരക്ക് കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആഴ്ചയിൽ ദിവസവും 15 മിനിറ്റ് ഗ്യാപ്പിൽ ബോട്ട് ഓടുന്നുണ്ട്. 6:55 ലാസ്റ്റ് ബോട്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന്, 6:20 ലാസ്റ്റ് ബോട്ട് ഹൈക്കോർട്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെയാണ് ബോട്ടിൻ്റെ ഡീറ്റെയിൽസ്. വാട്ടർ മെട്രോയിലുള്ള ഈ ഒരു യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പുറത്തേക്കുള്ള വ്യൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട്.
അതുപോലെ തന്നെ അകത്തെ ആ ഒരു തണുപ്പും AC യുടെ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ഫീലിംഗ് ആണ്. അങ്ങനെ നമുക്ക് വേർക്കുകയോ ചൂടെടുക്കുകയോ ഒന്നുമില്ല. നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ഒരാൾക്ക് 40 രൂപയല്ലേ ആകുന്നുള്ളൂ. നമ്മൾ പണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ കയറി കൊച്ചിയിലൂടെ ഇതുപോലെ പോയപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു 500 ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഒരു പെർ പേഴ്സൺ. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം വളരെ റീസണബിളാണ്, നല്ലൊരു എക്സ്പീരിയൻസും ആണ്. അങ്ങനെ നമ്മൾ ഹൈക്കോർട്ടിൽ എത്തിയിട്ടുണ്ട്. അതായത് ഹൈക്കോർട്ട് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ച് ഫോർട്ട് കൊച്ചിക്ക് പോകും. ഹൈക്കോടതി മെട്രോ തനു എനിക്ക് തോന്നുന്നു ഫോർട്ട് കൊച്ചിയെക്കാട്ടിലും കുറച്ചും കൂടുതൽ ആൾക്കാർ ഈ ഒരു മെട്രോ സ്റ്റേഷനിൽ ഉണ്ട് കേട്ടോ. കുറച്ചുകൂടി ക്രൗഡഡ് ആണ്. പക്ഷെ അതിന് ഫ്രീക്വൻസി കുറവാണ്. വൈപ്പിലേക്കോ? വൈപ്പിലേക്കും ഉണ്ട് ബോട്ട്. ഇപ്പം ഇനിയുള്ളത് 5:50. ഇവിടെ നിന്ന് 3-4 സ്ഥലത്തേക്കുണ്ട്. നമ്മൾ നേരത്തെ ഫോർട്ട് കൊച്ചിയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ക്യൂ ഉണ്ട്. ക്യൂ ഇങ്ങനെ പെട്ടെന്ന് തന്നെ മുൻപോട്ട് പോകട്ടെ. ഒരു 10 മിനിറ്റിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ബോട്ടിൽ കയറാനായിട്ട് സാധിച്ചു. നമുക്കിവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. നമുക്കിവിടെ റെസ്റ്റ് എടുത്ത് ക്യൂവിൽ ഇതുപോലെ മുൻപോട്ട് പോയിട്ട് ബോട്ടിലേക്ക് കയറാനായിട്ട് സാധിക്കും. വാട്ടർ മെട്രോയിലേക്ക് കയറാനായിട്ട് സാധിക്കും. ഈ പ്രാവശ്യം ബോട്ടിലേക്ക് കയറാനായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഒരു 10-ലുണ്ട് കേട്ടോ. ഒരു സൈഡ് സീറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഏകദേശം സൺസെറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് ഫോർട്ട് കൊച്ചിയിൽ എത്തുമ്പോൾ സൺസെറ്റ് കഴിഞ്ഞിട്ടുണ്ടാകും. നമുക്ക് സൈഡ് സീറ്റിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാലും സീറ്റ് കിട്ടിയല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. ഇരിക്കാനുള്ള സീറ്റ് കിട്ടി, അതുകൊണ്ട് ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു യാത്രയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 25 മിനിറ്റ്സ് ആണ്, 25 മിനിറ്റ്സ് ആണ്. ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ ചെറിയൊരു വാട്ടർ മെട്രോയിൻ്റെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇതിന് മുൻപ് നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഇപ്പോഴും തിരക്കുണ്ട്, പക്ഷേ ഇപ്പോൾ തിരിച്ചു വരാൻ പറ്റില്ല. 6:20 വരെ കണ്ടല്ലോ. എത്ര വണ്ടി അവിടെ എത്തുമ്പോൾ 6:55 ആവും. പിന്നെ ക്യൂവിൽ നിന്ന് പുതിയ ടിക്കറ്റ് കിട്ടി വരാൻ ചാൻസ് കുറവാണ്. ഫോർട്ട് കൊച്ചിയിലോട്ട് അവിടെ നിന്ന് 6:20 വണ്ടി. 6:20 വണ്ടി. ഇവിടെ നിന്ന് ലാസ്റ്റ് വണ്ടി 6:55. അത് പോയാൽ തിരിച്ചു വരില്ല.
ടൈം 6:30 ആണ്. നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ പാരഗൺ ഉണ്ട്. ഫോർട്ട് പാരഗണിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഇതിന് മുൻപ് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ വന്ന സമയത്തും നമ്മൾ ഫോർട്ട് പാരഗണിലാണ് പോയി ഭക്ഷണം കഴിച്ചത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യവും നമ്മൾ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഏതെങ്കിലും ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൽ കൂടെ നടക്കാനായിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ ചെറിയ റെസ്റ്റോറൻറ്റ്സൊക്കെ ഓപ്പൺ ആയിരിക്കും. ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ ആൾക്കാരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് കളിക്കുകയും കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. നല്ല ഒരു വൈബാണ്, ഒരു പോസിറ്റീവ് വൈബ്. യെസ്, ഇന്ന് ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ളൊരു അവസരം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചായയാണ് പറഞ്ഞത്. നല്ലൊരു ചായയായിരുന്നു. ഇത് പാരഗണിലെ ഐക്കോണിക് ആയിട്ടുള്ള ഫ്രഞ്ച് അനിയൻ സൂപ്പാണ്. പലർക്കും അറിയായിരിക്കും. എനിക്ക് തോന്നുന്നത് കുറച്ചധികം ഹെവി ആണല്ലേ. അതായത് നമ്മളിത് കുടിച്ച് തീരുമ്പോഴേക്കും ഫുള്ളാകും. പൊറോട്ട സത്യം പറഞ്ഞാൽ ഞങ്ങൾ കഴിച്ചിട്ട് കുറച്ചധികം നാളായി. അതുകൊണ്ട് തന്നെ നൂൽ പൊറോട്ട ഓർഡർ ചെയ്തു. പാലപ്പം ഇവിടുത്തെ സൂപ്പറാണ് കേട്ടോ. ഇതെല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ അടുത്താണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തേക്കുന്നത്. ഒരു പേ ആൻഡ് പാർക്ക് ഉണ്ട്, അവിടെയാണ് കാറ് പാർക്ക് ചെയ്തത്. നമ്മൾ അങ്ങോട്ട് നടക്കുവാണ്. അങ്ങനെ ഒരു വെൽ സ്പെൻഡ് ഈവനിങ് ഇവിടെ തീരുന്നു. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫോർട്ട് കൊച്ചി വന്നിട്ടുള്ള എക്സ്പീരിയൻസസ് താഴെ കോമൻസിൽ മെൻഷൻ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.